ഡൽഹി ചെങ്കോട്ടയ്ക്കടുത്ത് മെട്രോ സ്റ്റേഷന് സമീപം സ്ഫോടനം. നിർത്തിയിട്ട കാറ് പൊട്ടിത്തെറിച്ചു. നിരവധി വാഹനങ്ങൾക്ക് തീപിടിച്ചു. വിവരങ്ങളുമായി അനേന സതീഷ് ഉണ്ട്. അനേന, ഇതെപ്പോഴാണ് സംഭവം? എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ശരത് ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത്ത്, സ്ഫോടനം ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. സമീപത്തെ വാഹനങ്ങളൊക്കെ കത്തി നശിച്ചിട്ടുമുണ്ട്. ഇതെന്താണ് സംഭവം? ഇന്ന് വൈകിട്ട് ഒരു മെട്രോ സ്റ്റേഷനിൽ, ലാൽക്കില റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷനിലെ നിർത്തിയിട്ട കാറിലാണ് സ്ഫോടനമുണ്ടായത്. ഈ സ്ഫോടനത്തെ തുടർന്ന് തൊട്ടടുത്തുള്ള 3 കാറുകൾക്ക് കൂടി തീപിടിച്ചിരിക്കുകയാണ്. കാരണം വളരെ വലിയൊരു തീപിടുത്തം നടന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതായാലും വലിയൊരു സ്ഫോടനമാണ് മെട്രോ സ്റ്റേഷന് മുമ്പിൽ നടന്നിരിക്കുന്നത്. ഏറെ തിരക്കുള്ള സമയമാണ്. ഈ സമയത്താണ് സ്ഫോടനം നടന്നതെന്ന് പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് സ്ഫോടനം നടത്തിയ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഡോക്ടറുടെ സ്ലീപ്പിംഗ് സെല്ലിന്റെ വസതിയിൽ നിന്ന് വടക്രോസിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും AK-47 കണ്ടെടുത്ത് ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു സ്ഫോടനം നടന്നത് ഡൽഹിയിലെ ജാഗ്രതാ നിർദ്ദേശത്തിന് കാരണമാകും. ഡൽഹി പോലീസ് ഡൽഹിയിലെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, എല്ലാ മെട്രോ സ്റ്റേഷനിലും അതുപോലെ മറ്റു ഉയർന്ന മാർക്കറ്റുകളും ഒക്കെ തന്നെ വാഹനങ്ങളും അതുപോലെ അടിയന്തര പരിശോധന നടത്താൻ വേണ്ടി വിവിധ ബാരിക്കേഡുകൾ ഇപ്പോൾ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് ആഭ്യന്തര മന്ത്രാലയം ഇതിനെ കാണുന്നത്. ഏതായാലും ശക്തമായ സ്ഫോടനം എന്ന് തന്നെ പറയാം. 1-ാം നമ്പർ ഗേറ്റിലാണ്, ലാൽക്കില മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് തൊട്ട് മുമ്പിലാണ് ഈ സ്ഫോടനം നടന്നത് എന്നതിന്റെ ഗൗരവം അധികം കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ആളപായമോ നാശനഷ്ടങ്ങളോ പരിക്കിനോ കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, കാരണം വളരെ വൈകിട്ട് വളരെ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്റ്റേഷനിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. അനേന സതീഷ് കൂടി ചേരുന്നുണ്ട്. അനേന, ഒരു ദുരന്തത്തിന്റെ ആഘാതം നമുക്ക് വിട്ടുപോകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് അടുത്തതിന് അതിന് അനുയോജ്യമായെന്ന് പറയുന്നത് അതുപോലെ തന്നെയുള്ള ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഫോടനം എവിടെയാണ് ഉണ്ടായത്, എപ്പോഴാണ് സംഭവിച്ചത്, അവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? അഖില, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ലാൽക്കില മെട്രോ സ്റ്റേഷന് മുമ്പിൽ നിർത്തിയിട്ട കാറിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് ഏറ്റവും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ പരിസരത്തുണ്ടായിരുന്ന നിരവധി കാറുകളിലേക്കും തീ പടരുകയും ഈ കാറുകൾക്കും തീ പിടിച്ചെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ എന്തായാലും ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. നിരവധി പേരുണ്ടായിരുന്ന സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നും ഒരു ആശങ്ക തന്നെയാണ്. കാരണം ഈ പ്രദേശത്ത് വലിയ തിരക്കുള്ള സമയത്ത് തന്നെയാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ശമന സേനാംഗങ്ങളും പോലീസും സംഭവസ്ഥലത്തുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിലൂടെ തന്നെ തീ പടരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നിയന്ത്രണ വിധേയമാക്കാനും കൂടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖില, അനേന, ഈ ആളുകൾ അധികവും അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ശമിപ്പിക്കാനുള്ള നീക്കങ്ങൾ അതെങ്ങനെയാണ് നടക്കുന്നത്? എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ആ തരത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്? അഖില, ഇപ്പോഴും പ്രദേശത്തേക്ക് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. അതായത് ഈ പൊട്ടിത്തെറി നടന്നു എന്ന സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെ അവിടേക്ക് നിരവധി ആളുകൾ എത്തുന്നുമുണ്ട്. എന്തായാലും പോലീസും അഗ്നിരക്ഷാ ശമന സേനാംഗങ്ങളും സ്ഥലത്തുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. ഈ പരിസരം എവിടെയാണ് കൃത്യമായിട്ട് എന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലാൽക്കില മെട്രോ സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനേന, മെട്രോ സ്റ്റേഷന് സമീപമാണ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത്. അത് അത്രയ്ക്കധികം പ്രധാനപ്പെട്ടതുമാണ്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ യാത്ര നടത്തുന്നതാണ് ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് മെട്രോ സർവീസിനെ ആശ്രയിക്കുന്നത് ഡൽഹിയിൽ. ആ മെട്രോ സർവീസിൻ്റെ പ്രദേശത്തിനടുത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഭീകരത വ്യക്തമാക്കുന്നതുമാണ്. അതെ അഖില, അത് തന്നെയാണ്. അതായത് പ്രദേശത്തെ ഏറ്റവും തിരക്കേറിയൊരു, കാരണം വൈകിട്ടും കൂടിയാണ്, അപ്പോൾ ആളുകളൊക്കെ ജോലി കഴിഞ്ഞ് എത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഈ ഡൽഹിയിൽ മെട്രോ സംവിധാനത്തെ ആശ്രയിക്കുന്ന നിരവധി ആളുകൾ തന്നെയുണ്ട്. അപ്പോൾ അത്രയും തിരക്കേറിയൊരു സമയത്ത് ഈ സ്ഫോടനം ഉണ്ടായി എന്നത് വലിയ ആശങ്ക തന്നെയാണ്. പക്ഷേ ഇത്ര സമയമാകുമ്പോഴും ആളപായങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു വിവരം കൂടി അറിയുന്നുണ്ട്. എന്നാലും ആർക്കും മരണമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല
ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തിരക്കേറിയ സമയത്ത് ഈ ഒരു സ്ഫോടനം എങ്ങനെ ഉണ്ടായി എന്നത് കൂടി ഒരു സംശയജനകമായ ഒരു കാര്യം കൂടിയാണ്. ഈ നിർത്തിയിട്ട കാറിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായതെന്ന് എന്ന കാര്യം വളരെ സംശയജനകം തന്നെയാണ്. എന്തായാലും പോലീസും പോലീസ് അടങ്ങുന്ന സംഘം അവിടെ രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. മറ്റുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേ